मैं हो लाही माही माँ मैं हो बाही लाई माँ ये लो मी रोही रोना. ദിവസം ആർക്കുവേണ്ടിയും കാത്തിരിക്കാതെ വേഗം പോയി മറന്നു. ഇതിനിടയിൽ സൂര്യൻ രുദ്രയും കാണുന്നത് വളരെ കുറവായിരുന്നു. എന്താന്ന് വെച്ചാൽ പരമാവധി രുദ്ര എന്തോ ഇവളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ ഇവളെ കാണാനൊരു താല്പര്യമില്ലാത്ത രീതിയിലൊക്കെ പ്രകടമായി തുടങ്ങി. എന്തോ അതെല്ലാം വല്ലാണ്ട് എഫക്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ സൂര്യനെയാണ്. സൂര്യ ഭയങ്കരമായിട്ട് കരയുകയും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. ഇതിനിടയ്ക്ക് അനു അഞ്ചും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും കാര്യം എന്താണെന്ന് മാത്രം അവൾ പറഞ്ഞില്ല. ദേ സൂര്യ, ഇത്ര നാളും ഞങ്ങൾ ചോദിച്ചതിനൊന്നും നീ മറുപടി തന്നിട്ടില്ല. അതൊന്നും ഞങ്ങൾക്കൊരു കാര്യവുമല്ല, ഒരു കുഴപ്പമില്ല. ഇനി നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ദേഷ്യം വരും. ഈ ഇടയ്ക്കുള്ള നിന്റെ മുഖഭാവം കണ്ടറിയാം നീ എന്തോ വലിയ പ്രകൃതി ചെന്ന് പെട്ടതാണെന്ന്. പിന്നെ നിന്റെ ഈ മുഖത്ത് സങ്കടം കണ്ടുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് നീ എന്താ കാര്യമെന്ന് വെച്ചാൽ പറയാൻ നോക്ക്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല, കുറച്ച് നാളായിട്ട് നീ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഒരു കരച്ചിലും പിഴിച്ചിലും. കാര്യം പറയണേ അങ്ങോട്ട്. ഇത്ര നാൾക്കിടയിൽ നീ ഞങ്ങളടുത്തൊന്നും മറച്ചു വെച്ചിട്ടില്ലെന്നല്ല, ഞങ്ങളടുത്ത് നീ ഒന്നും പറയാതിരുന്നിട്ടില്ല. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഓടി നടക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ നന്നായിട്ട് വിഷമമുണ്ടെന്ന് ഞങ്ങൾക്ക് നിന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളില്ലാത്തപ്പോൾ നീ ഇരുന്ന് കരയുന്നതാണെന്നും എല്ലാം നിന്റെ കണ്ണ് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. നീ ഇതുവരെ പറയാത്തൊക്കെ പോട്ടെ നോക്കാം. ഇത് 2-3 ദിവസമായിട്ടല്ല, കുറേ നാളായിട്ട് നീ ഇങ്ങനെ തന്നെയാണ്. നീ കാര്യം പറ സൂര്യ. ഞങ്ങൾ ആരും നിന്നെ ഒന്നും പറയത്തില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ എന്ത് കാര്യത്തിൽ നിന്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ കാര്യം പറയാൻ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുകയല്ലേ. ഒന്ന് പറ. നിന്നിങ്ങനെ വിഷമിച്ചിരിക്കാൻ ഞങ്ങൾക്ക് കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. നീ കാര്യം പറ. ഞങ്ങളെ കൂടെ ടെൻഷൻ അടിപ്പിക്കാതെ. എടി, എനിക്കറിയില്ല ഇപ്പം എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇതിനുള്ളൊരു ഉത്തരം എനിക്ക് കിട്ടുന്നില്ല. നിങ്ങളോട് പറയാതിരുന്നുകൊണ്ടല്ല, പറയരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടാണ്. പറയാൻ സമയമാകുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് വന്ന് പറയാമെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് മറച്ചു വെച്ചത്. ഈ ലോകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമേ ഞാൻ പറയാതിരുന്നിട്ടുള്ളൂ. അത് പറയരുതെന്ന് എന്നോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം. ഇല്ലായിരുന്നെങ്കിൽ ഇതറിയുന്ന ആ നിമിഷം ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറയത്തുണ്ടായിരുന്നുള്ളൂ. ഐ ആം റിയലി സോറി ഡി. അയ്യേ, ഞങ്ങളുടെ സൂര്യക്കൊച്ചി കരയുവാണോ? ഇത്രയുള്ളൂ കാര്യം. അതിനിപ്പോൾ എന്താ? പിന്നെ നീ ഇത് പറയുന്നതിന് മുമ്പേ എനിക്കും ഈ നിൽക്കുന്ന അനുവിന് നന്നായിട്ടറിയായിരുന്നു നിങ്ങൾ തമ്മിൽ കമ്മിറ്റഡാണ്. പിന്നെ ഞങ്ങളത്ര കുട്ടികളൊന്നുമല്ല. നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തുള്ള സംസാരവും മിണ്ടാട്ടവും പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും പോയപ്പോൾ നിങ്ങൾ കിസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും ചോദിക്കരുത്, നീയായിട്ട് എന്തെങ്കിലും വന്ന് പറയട്ടെ എന്ന് കരുതിയ. പിന്നെ ഇപ്പം ഈ കരഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞ് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഏതായാലും ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമെന്ന് നീ അതൊന്നും പേടിക്കണ്ട. അയ്യേ, ഇതിനായിരുന്നു ഇത്രയും നേരം ഞങ്ങളുടെ അടുത്ത് കരഞ്ഞു നിന്നത്. പിന്നെ സോറി, അതൊന്നും ഞങ്ങളുടെ അടുത്ത് ആവശ്യമില്ല. കാരണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയ്ക്ക് സോറി പാടില്ല എന്ന് നീ തന്നെയാണ് റൂൾ ഇട്ടത്. നീ തന്നെ റൂൾ തെറ്റി ചെയ്യുന്നത് ശരിയാവില്ല കേട്ടോ. പിന്നെ നിനക്കറിയാലോ, ഞാനും ഈ പറയുന്ന ഇവളും ഒക്കെ കമ്മിറ്റഡാണ്. ഞാൻ അജയേട്ടനുമായിട്ടും ഇവൾ അർജുനേട്ടനുമായിട്ട് കമ്മിറ്റഡായിട്ട് ഇപ്പം നിന്നെപ്പോലെ തന്നെ ഞങ്ങളും കമ്മിറ്റഡായിട്ട് ഒത്തിരി നാളായി. അത് നിൻ്റെ അടുത്ത് പറയാതെ തന്നെ നീ കണ്ടുപിടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ചിലപ്പോൾ നീ ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിന്നതായിരിക്കാം. പക്ഷേ ഞങ്ങളത് പണ്ടേ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ ചോദിക്കാഞ്ഞത് മനഃപൂർവ്വം നീയായിട്ട് വന്ന് പറയട്ടെ എന്ന് കരുതി. പിന്നെ എന്തിനാ നീ കരയുന്ന കാര്യം പറഞ്ഞ ഇങ്ങോട്ട്. അവൾ ഒരു നിമിഷം ആലോചിച്ച് കണ്ണും നിറഞ്ഞ് നിന്നുപോയി. കാരണം കഴിഞ്ഞ ജന്മത്തിൽ താൻ എന്ത് പുണ്യം ചെയ്തിട്ടാണോ ഈ ജന്മത്തിൽ ഇവരെപ്പോലെ 2 ഫ്രണ്ട്സിനെ കിട്ടിയതെന്ന് അവൾ ചിന്തിച്ചു. അതിനുശേഷം രുദ്രയ്ക്ക് തന്നോട് ഇപ്പോഴുള്ള പേഴ്സണാലിറ്റി മൈൻഡ് അവൾ ഇവരോടായി പറഞ്ഞു. എടി പിള്ളേരെ, ഞാനിങ്ങോട്ട് ഓടി വന്നതിനൊരു കാര്യമുണ്ട്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നമ്മുടെ സീനിയർ രുദ്രയില്ലേ, അവൻ ഏതോ ഒരു പെണ്ണെ കിസ് ചെയ്തെന്ന്. ഇപ്പം നടന്ന സംഭവമാണ്. അവിടെ മുഴുവൻ ഇപ്പം ചർച്ചാ വിഷയം ഇതാ. എന്തോ അവൻ ഏതോ പെണ്ണെ കിസ് ചെയ്തെന്നോ അവർ തമ്മിലിപ്പോൾ കമ്മിറ്റഡ് ആണെന്നൊക്കെയാ കോളേജിലുള്ള വിവരാനുസരണം. പിന്നെ നിങ്ങളെന്താ സംസാരിച്ചുകൊണ്ടിരുന്നേ? ഞാൻ വന്നപ്പോഴത്തേക്ക് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സംസാരം നിർത്തിക്കൊണ്ട് ചോദിച്ചതാണ്. ഏയ് ഒന്നുമില്ല ചേച്ചി, ഞങ്ങളിവിടെ പഠിത്തത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. പിന്നെ ഈ എക്സാമൊക്കെ അല്ലേ വരുന്നത്, അന്നേരം അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്തിച്ച് കുറച്ചും കൂടെ സ്റ്റഡിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നൊന്ന് സംസാരിക്കുമായിരുന്നു. ചേച്ചി എന്നാൽ അങ്ങോട്ട് ചെല്ലേ, ഞങ്ങളിപ്പോൾ അങ്ങ് വന്നേക്കാം. സോ ഇറ്റ് വാസ് എ പ്ലാൻ ട്രാപ്പ്. നിനക്കിട്ട് വെച്ച പണി നീ ചെന്നിരന്ന് വാങ്ങി, അത്രയേ ഉള്ളൂ കാര്യം. നിനക്ക് വേണ്ടി കുഴി തോണ്ടി അതിൽ നീ ചെന്ന് കറക്റ്റായിട്ട് വീണു. ഇതവൻ നിനക്കിട്ട് പണിതതാ. നിന്റെ ഫീലിങ്സ് വെച്ച് അവൻ കളിച്ചത്. സാധാരണ ഒരാളുടെ പ്രതികാരം കിട്ടാൻ പല വഴികളുണ്ട്. പക്ഷെ ഇവൻ കളിച്ചത് സ്വന്തം ഫീലിങ്സ് വെച്ചാൽ. ഇതവൻ നിന്നോട് ചെയ്തത് വളരെയധികം ചീത്തയായിപ്പോയി.
ഈ ചീപ്പ് കാണിച്ചതിന് അവനിട്ടുള്ള പണി നമ്മൾ തിരിച്ചു കൊടുക്കാതിരിക്കരുത്. പിന്നെ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവം എന്താണെന്നൊന്ന് ചെന്ന് നോക്കാം. നിങ്ങൾ വാ. ഈ താരിഖ് സൂര്യയോ? എന്തു പറ്റി സൂര്യ? ആളാകെ ക്ഷീണിച്ചവശ് കരഞ്ഞു നിൽക്കുവാണെന്ന് തോന്നല്ലോ. നീ അറിഞ്ഞില്ലേ നമ്മുടെ അർജുൻ ചേട്ടന്റെ നമ്മുടെ അർജുന്റെ ഒക്കെ പെങ്ങളുമായിട്ട് ഇപ്പൊ നമ്മുടെ രുദ്രയുടെ കൂടപ്പുറപ്പൊക്കെ എന്താ പറയാ, അവര് തമ്മിൽ കമ്മിക്കലാണെന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. മിക്കവാറും സത്യമായിരിക്കും. നല്ല പണമുള്ള വീട്ടിലെ ആളല്ലേ, അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ നോക്കൂളൂ. പിന്നെ നീ എന്തത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്? നിന്റെ വല്ലതും നഷ്ടപ്പെട്ടോ? ആടാ ചേട്ടാ, നഷ്ടപ്പെട്ടു. ഇവിടെ കാതെ കിടക്കാൻ നല്ലൊരു സ്വർണ്ണക്കമ്മൽ നഷ്ടപ്പെട്ടു. ആ സ്വർണ്ണക്കമ്മൽ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പം നീ ചോദിച്ചതിനർത്ഥം നീ വല്ല ആണോ അത് എടുത്തത്? ആണെങ്കിൽ പറഞ്ഞേക്കണം കേട്ടോ. ഞങ്ങളിതെങ്ങാനും പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് നിൻ്റെ എന്നെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കള്ളത്തരം, കള്ളൻ എന്നുള്ളൊരു പേര് വീണാൽ പിന്നെ അത് മായത്തില്ല കേട്ടോ. നീ വല്ല ആണോ എടുത്ത്? നീ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഇനിയിപ്പം ചിലപ്പം നീ ആണെങ്കിലോ അതിപ്പം അങ്ങ് കൊടുത്തേക്ക്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല, അറിയിച്ചു തരാൻ ഞങ്ങൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഓ റിയലി? തനിക്കിതൊക്കെ അറിയാമെങ്കിൽ തനിക്കറിയാവുന്നവരുടെ ഒന്ന് ചെയ്യണോ. ഞങ്ങളുടെ അടുത്തൊക്കെ വന്നേച്ചിട്ട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ തൻ്റെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് മെണയ്ക്കാൻ വന്നോണ്ടല്ലോ, നിന്റെ മൂക്കിൻ്റെ പാലടിച്ച് കളയാൻ ഞങ്ങൾക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പെണ്ണാണെന്നും പറഞ്ഞ് അങ്ങ് അടിച്ചാക്ഷേപിക്കാൻ നിന്നാലുണ്ടല്ലോ ഞങ്ങളുടെ തനിസരവും ഞങ്ങൾ വെളിയിൽ അർത്ഥന്നിരിക്കും. പിന്നെ തന്നോടായിട്ട് പറയുക, ഇനി ഇവിടെ കിടന്നുകൊണ്ട് സൂര്യനെ തോണ്ടാനാത്ത് പുറപ്പാടെങ്കിൽ താൻ പുറപ്പെടുന്ന കൈയും കാലും ഞങ്ങൾ കൂട്ടിയിട്ട് ഇവിടെ എങ്ങാനും മൂലക്കിട്ട് പൂട്ടും. മനസ്സിലായോ എനിക്ക്? എവ്രിവൺ ലിസൺ. സോ ഞാൻ പറയാൻ പോകുന്നത്, ഒരുപാട് പേര് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് എൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെയാണ് ഞാൻ ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഇതിനെ അറിയത്തില്ലായിരിക്കും കുറേ പേർക്കൊന്നും. ബട്ട് ഇനി മുതൽ ഇവൾ ഈ കോളേജിലായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഇത് അർജുൻ്റെ സിസ്റ്ററാണ്, പേര് ഐശ്വര്യ. സോ ഇവളാണ് എൻ്റെ ഫ്യൂച്ചർ വൈഫ്. തൻ്റെ ഇപ്പം തൊട്ട് എൻ്റെ ഗേൾ ഫ്രണ്ടും. സോ ഇനിയിപ്പോൾ അതിൽ കാണാനുണ്ട്, ഇപ്പം കണ്ടോണം. രുദ്ര, നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്കറിയില്ല. അവർ രണ്ടുപേരും പറഞ്ഞത് നിനക്ക് എന്നോട് എന്തോ പ്രതികാരം ഉണ്ടെന്നും അത് തീർക്കാൻ വേണ്ടി നീ എന്നെ മുതലെടുത്തേന്നു. അങ്ങനെയല്ലെന്ന് പറ രുദ്ര. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. പ്ലീസ് അങ്ങനെ പറ. ഓ റിയലി? നിന്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞോ? അന്നേരം നിനക്കില്ലാത്ത ബുദ്ധി അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ടെന്നർത്ഥം. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, ഞാൻ ഏത് തരത്തിലാണെങ്കിലും നിന്നെ വിഷമിപ്പിക്കുമെന്ന്. നിന്നോടുള്ള എൻ്റെ പ്രതികാരം ഇതായിരുന്നു. നിന്റെ ഫീലിങ്സ് വെച്ച് കളിച്ചത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കും തോന്നി. പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചിന്തിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന നിനക്ക് ഈ കാര്യത്തിൽ മാത്രം ഒരു പിഴവ് പറ്റിയില്ലേ? പിന്നെ ഇനി മേലിൽ എൻ്റെ പുറകെ നടക്കരുത്. അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് മിഡിൽ ക്ലാസ് ആയ നിന്നെപ്പോലെ ഒരുത്തിനൊന്നും എനിക്ക് സെറ്റാവുകയില്ല. പിന്നെ നിന്റെ ശരീരം, അത് ഞാൻ പണ്ടേ കണ്ടപ്പോഴേ മോഹിച്ചതാ. അത് നേടിയെടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഇത്ര അഭിനയം ഞാൻ നടത്തിയത്. നിനക്കറിയില്ല ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നെന്ന്. ഈ ജീവിതത്തിൽ ഞാൻ അവരെ രണ്ടുപേരെയും കഴിഞ്ഞ് പിന്നീട് സ്നേഹിച്ച ഒരാൾ നീ മാത്രമായിരുന്നു. എൻ്റെ ഫീലിങ്സ് വെച്ചിട്ടാവണ്ടായിരുന്നു നിൻ്റെ ഈ പറയുന്ന പ്രതികാരങ്ങളെല്ലാം. നിനക്ക് വേറെ എത്ര വഴിയുണ്ടായിരുന്നു. നീ എന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ വേറൊരാളെ കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും നിൻ്റെ പ്രതികാരം നിനക്ക് വീട്ടാമായിരുന്നു. പക്ഷെ നീ ഈ ചെയ്തത് നിന്നോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല. നിൻ്റെ കൺമുമ്പിൽ ഞാൻ ഇനി വരില്ല. പിന്നെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ശത്രുവാണെന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലൊന്നും കാണിക്കരുത്. ഒരു പെണ്ണിൻ്റെ ഫീലിങ്സ് വെച്ചാകരുത് നിൻ്റെ പ്രതികാരം. ബൈബി, നീ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എത്ര നേരം അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നീ ഇപ്പോൾ വരും എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് ഞാനിപ്പോൾ ആരായി? പിന്നെ അർജുൻ പറഞ്ഞു നീ ഇവിടെ എങ്ങാണ്ട് നിൽപ്പുണ്ട്, അവിടെ എങ്ങാണ്ട് ആരോ കണ്ടുവെന്ന്. അതുകൊണ്ടായി ഞാനിങ്ങോട്ട് വന്നേ. പിന്നെ ഹൂ ഇസ് ദിസ് ഗേൾ? ഒരു ലോ ക്ലാസ് പോലെ തോന്നിക്കുന്നല്ലോ. ആരാ ഈ പെൺകുട്ടി? ഏതായാലും നിൻ്റെ ഫ്രണ്ടൊന്നും ആയിരിക്കില്ല. കാരണം നീ അങ്ങനെ ലോ ക്ലാസ് മിഡിൽ ക്ലാസ് കൂട്ടൊന്നും കൂടാറില്ലല്ലോ. പിന്നെ ഇതാരാ? ഞാൻ അറിയാത്തൊരു വ്യക്തി. പിന്നെ അർജുൻ എന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇയാളെ കുറിച്ച്. താൻ ആരാ? ഞാൻ സൂര്യ. ഇതിലെ വഴി പോയപ്പം ഒന്ന് തട്ടിയതാ, അതുകൊണ്ട് സോറി ചോദിക്കാൻ വേണ്ടി നിന്നതാ. ഞാൻ പോവാ. അജയേട്ടനറിയാം തൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്ന്. ഈ ലോകത്തിനെ തനിച്ച ഒരു അനാഥയെ പോലെ ജീവിച്ചപ്പം എൻ്റെ മനസ്സിലും എനിക്കൊരു ജീവിതത്തിലും ഒരു സുഹൃത്തും അതിലുപരി എനിക്കൊരു കൂടപ്പുറപ്പായിട്ട് വന്നവളാ സൂര്യ.
അവളുടെ മനസ്സും വേദനിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ഫ്രണ്ടിൽ ആ പ്രതികാരം വീട്ടിയത്. ഒരു പെണ്ണിൻ്റെ മാനത്തിന് വിലയിട്ടുകൊണ്ടാവരുത് അതിൻ്റേതായ പ്രതികാരം വീട്ടാനായിട്ട്. പിന്നെ തന്നോടൊന്നും ക്ഷമിക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഇത് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ സൂര്യയോട് ചെയ്യുന്നത് ഏറ്റവും വലിയ അപരാധമായി പോകും. പിന്നെ ഇനി എൻ്റെ പുറകെ വരരുത്. ഇന്നുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഇവിടെ അവസാനിക്കുക. ഇനി താനുമായിട്ട് എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റിയല്ല. തൻ്റെ ആ ഫ്രണ്ട് കാരണം ഇന്ന് എൻ്റെ സൂര്യ വേദനിച്ചിടത്തോടൊന്നും വരികയില്ല താൻ വേദനിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഈ ലോകത്ത് താനും ഞാനും ഒരുമിച്ച് ഇനി കാണില്ല. കാണാൻ ഞങ്ങൾ ഇടവരുത്തത്തില്ല. ഈ ലോകത്ത് എല്ലാവരും ഒരേപോലെയാണെന്ന് കരുതരുത്. പിന്നെ നീ ഇപ്പോൾ എടുക്കുന്ന ഈ തീരുമാനം എനിക്കറിയാം നിനക്ക് എത്രത്തോളം ഇഷ്ടമാണ് സൂര്യയെന്ന്. നീ എടുക്കുന്ന ഒന്നും തെറ്റാറുമില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു ദിവസം നീ വരുമെന്നുള്ള വിശ്വാസത്തിൽ കാത്തു നിൽക്കും. അതുകൊണ്ട് നീ പോയിക്കോ. രുദ്ര, നീ നോക്കിക്കോ. നീ നശിപ്പിച്ചത് നിന്റെ ജീവിതം മാത്രമല്ല, എൻ്റെ ജീവിതവും കൂടിയാണ്. ഒരു പെണ്ണിൻ്റെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് അവൻ്റെ പ്രതികാരം വീട്ടിയിരിക്കുന്നു. ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിയിരിക്കും.